കൃപാസനം പത്രം സെപ്റ്റംബർ 2025 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള സർജി ഷീജന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ ഈശോയും മാതാവും കുഞ്ഞിന്റെ അടുത്ത് വന്ന് തൊണ്ടയിൽ കൈതൊട്ട് മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞു. ഞെട്ടിക്കുന്ന അത്ഭുതം. ഒരു ദിവസം മകൾക്ക് ആസ്മയുടെ അസുഖം കൂടി ഡോക്ടറെ കണ്ടപ്പോൾ ICUവിലാക്കി. മരുന്നുകളൊന്നും മകളുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നില്ല. മകളെ കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മരുന്നുകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. 4-ാം ദിവസം ICUവിൽ നിന്ന് മാറ്റുകയും ഒരു കാരണവശാലും മരുന്ന് സ്റ്റോപ്പ് ചെയ്യരുതെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു ദിവസം മകൾ ഉറങ്ങുന്ന സമയത്ത് മാതാവും ഈശോയും മകളുടെ തൊണ്ടയിൽ കൈവച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട, നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായി മകൾ പറഞ്ഞു. പിന്നീട് ഇതുവരെ മകൾക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. കൂടാതെ 10 വർഷമായി ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി 30 ലക്ഷത്തിന്റെ ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൃപാവരം എന്ന് ഭവനത്തിന് പേരിട്ടു. എറണാകുളം അങ്കമാലിയിൽ നിന്നുള്ള സുമിഷ് ജോസഫിന്റെ സാക്ഷ്യം. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അത്ഭുതകരമായി കുഞ്ഞിനെ ജീവനോടെ ലഭിച്ച വലിയ സാക്ഷ്യം. എന്റെ ഭാര്യ 2ാമത് പ്രഗ്നന്റ് ആയി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ട്, ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തേതിനേക്കാൾ വളരെ മോശം റിപ്പോർട്ടായിരുന്നു. 5% പോലും കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ലെന്നും ഒരാഴ്ച കൂടി നോക്കാം, ബ്ലീഡിംഗ് ആയില്ലെങ്കിൽ മുന്നോട്ടു പോകാമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾ മാതാവിനോട് ഈ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ കുഞ്ഞ് ജനിച്ച 6 മാസത്തിനുള്ളിൽ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഭാര്യയുടെ വയറിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റും നല്ല ഗ്രോത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ബിന്ദു സന്തോഷിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിയ അത്ഭുതം. എന്റെ ഭർത്താവിന് തൊണ്ടയടപ്പ് വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയുകയും തൊണ്ടയിലായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്നും ചെയ്താൽ ആ ഗ്ലാൻഡ് സഹിതം എടുത്തു കളയണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഭർത്താവിന്റെ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. 15 റേഡിയേഷന് ശേഷം ഫോളോ അപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ആ തടിപ്പ് കാണുകയും അത് എടുത്തു കളയണമെന്നും പിന്നെ സംസാരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ആ തടിപ്പ് അവിടെ ഉണ്ടെന്നും അത് എടുത്തു കളയണമെന്നും പറഞ്ഞു. പിറ്റേ ദിവസം ബയോപ്സിക്ക് തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ കൊടുത്ത ശേഷം നോക്കുമ്പോൾ ആ തടിപ്പ് അവിടെ കാണുന്നില്ല. ഡോക്ടർ ഇത് വലിയ അത്ഭുതമായി പോയി എന്ന് പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിൽ നിന്നുള്ള ഷീജ സജിയുടെ സാക്ഷ്യം. പാപ് സ്മിയർ ടെസ്റ്റിന് കൊടുത്ത ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുന്നത്. സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന അത്ഭുതം. എനിക്ക് 5 വർഷമായി പീരിയഡ്സ് വരാതിരുന്നതിന് ശേഷം അടുപ്പിച്ച് 3-4 മാസം ബ്ലീഡിംഗ് ഉണ്ടായി. ഡോക്ടറെ കണ്ട് കുറെ നാൾ മരുന്നുകൾ കഴിച്ചിട്ടും മാറ്റമില്ലാത്തതിനാൽ ഡോക്ടർ പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യണമെന്നും അത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണെന്നും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്റെ അടിവയറ്റിൽ നിന്ന് എന്തോ ഉരുണ്ടുപോകുന്നതായി അനുഭവപ്പെട്ടു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി. കൂടാതെ എന്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മകളുടെ പരീക്ഷാ സമയം മുഴുവൻ ഞാൻ തിരി കത്തിച്ചു വെച്ച് ഉപവസിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന്റെ ഫലമായി ഫുൾ A+ നൽകി പരിശുദ്ധ അമ്മ മകളെ അനുഗ്രഹിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള രാജമ്മയുടെ സാക്ഷ്യം. 105 വയസ്സ് പ്രായമുള്ള അമ്മയെ പോലെ എന്റെ കുഞ്ഞ് അസ്ഥിപഞ്ജരമായിരുന്നു. ഉടമ്പടിയിൽ മാതാവ് ഇടപെട്ടത് ഇങ്ങനെ. എന്റെ മകൾക്ക് 10 വർഷമായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മിക്സിയിൽ അരച്ചാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. 105 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ പോലെ അസ്ഥിപഞ്ജരമായിരുന്നു എന്റെ മകൾ. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നു മുതൽ മകൾ ചെറിയ രീതിയിൽ ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മകൾക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുന്നു. കൂടാതെ 35 വർഷമായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുറമ്പോക്ക് വഴിയുണ്ടായിരുന്നു.
ഞങ്ങളുടെ അയൽക്കാർ അത് അവരുടേതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. എനിക്ക് കേസിന് പോകാനോ വക്കീലിനെ കാണാനോ സാമ്പത്തികമില്ലാത്തതിനാൽ ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കുന്നതിന് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എറണാകുളത്തു നിന്നുള്ള സാലി സണ്ണിയുടെ സാക്ഷ്യം. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ യൂട്രസ് ഇറങ്ങി വരുന്നത് പൂർവ്വസ്ഥിതിയിലായി. എനിക്ക് 4-5 വർഷമായി യൂട്രസ് ഇറങ്ങി വരുന്ന അസുഖമുണ്ടായിരുന്നു. ഇരിക്കാനോ നടക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ യൂട്രസ് എവിടെയാണോ അവിടെ തന്നെ മാതാവ് തിരിച്ചു വെച്ചു. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടാതെ ഞാൻ 25 വർഷമായി നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. പച്ചവെള്ളത്തിൽ കുളിച്ചാൽ എളി ഇറങ്ങി താഴോട്ട് വരും പോലെ വേദന മൂലം അല്പം പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പച്ചവെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കുരിശിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എത്ര തണുത്ത വെള്ളത്തിലും എനിക്ക് കുളിക്കാം. തൊടുപുഴയിൽ നിന്നുള്ള ജോസ് മാത്യുവിന്റെ സാക്ഷ്യം. നേഴ്സായ ഭാര്യയ്ക്ക് 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവ് ചെയ്ത അത്ഭുതം. ഒരു നേഴ്സായ എന്റെ ഭാര്യയ്ക്ക് 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പെട്ടെന്ന് തന്നെ UK പോകുന്നതിനും അവിടെ ചെന്ന് CBT OSCE പരീക്ഷകൾ പാസ്സായി ജോലി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് കുടുംബസമേതം 3 മാസം കഴിഞ്ഞ് UK പോകാൻ സാധിച്ചു. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 0 മെറിറ്റുള്ള എനിക്ക് ഇംഗ്ലീഷുകാർ മാത്രമുള്ള നല്ലൊരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് തൃപ്തികരമായ ഒരു ജോലി ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എറണാകുളത്ത് നിന്നുള്ള ടീനയുടെ സാക്ഷ്യം. കുഞ്ഞിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ് പറഞ്ഞത്. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത ശേഷം നടന്ന അത്ഭുതം. വിദേശത്ത് കുടുംബസമേതം താമസിക്കുന്ന ഞങ്ങളുടെ മകന് ഒരു പനി കൂടി ഡോക്ടറെ കണ്ടപ്പോൾ മകന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നും ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഞങ്ങൾ നാട്ടിലെത്തി എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ മകനെ അഡ്മിറ്റാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. എന്റെ ആന്റി കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ മകന് കൊടുത്തതിന്റെ ഫലമായി ടെസ്റ്റുകളെല്ലാം നോർമലായി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് സൗദിയിലെത്തിയപ്പോൾ വീണ്ടും മകന് പഴയതുപോലെ ഒന്നും ഓർമ്മയില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, മൂഡ് ഓഫ് ആയി ഇരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൊല്ലം പത്തനാപുരത്ത് നിന്നുള്ള ലിസിയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചത് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം തുറന്നു തരണേ എന്നായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന അത്ഭുതം. പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന എന്റെ ഭർത്താവിന് ജോലി കഴിഞ്ഞു വരുമ്പോൾ മുഖത്തും കൈക്കുമൊക്കെ അലർജി മൂലം ചൊറിച്ചിലായിരുന്നു. മരുന്നുകൾ കഴിച്ചുവെങ്കിലും അതിന് കുറവില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു കാർഡ് വരികയും കടയ്ക്കൽ ESI ഹോസ്പിറ്റലിൽ ഭർത്താവിന് 50ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെന്റ് ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു.